ഹലോ മച്ചമരെ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. കളങ്കാവൽ തന്നെ രാജാവ്. അതെ, ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കളങ്കാവലിന് മുന്നിൽ ഒരു മൾട്ടി സ്റ്റാറർ ചിത്രമായ ഭബവയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇത് രണ്ട് താരങ്ങൾ തമ്മിലുള്ള വാഗ്വാദമോ യുദ്ധമോ ഒന്നുമല്ല പറഞ്ഞത്, രണ്ട് സിനിമകളുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഒരു സാധാ സിനിമയായി വന്ന ചിത്രമാണ് കളങ്കാവൽ. പ്രത്യേകിച്ച് ആർക്കും തന്നെ, എന്തിന് ഫാൻസിന് പോലും വിജയപ്രതീക്ഷയില്ലാത്ത പല കമൻസിലും നമുക്ക് കാണാൻ കഴിയുന്നു ഇത് 50 കോടി കിട്ടിയത് വലിയ കാര്യമെന്നുള്ളത്. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകാം. ബബ്ബവ പോലെ മോഹൻലാലിനെയും ദിലീപിനെയും പിന്നെ നാട്ടിൽ കണ്ട മുഴുവൻ താരങ്ങളെയും വിളിച്ചു വരുത്തി ഇറക്കിയ സിനിമയ്ക്ക് പോലും നല്ല ക്വാളിറ്റിയുള്ള മമ്മൂട്ടി ചിത്രത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ ആ ഒരു കളക്ഷൻ വന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ആ സിനിമയുടെ ക്വാളിറ്റി എന്ത് എന്ന് മനസ്സിലാകുമെന്നുള്ളത്. അപ്പോൾ ഇത് 80 അല്ല, ഈ 100 അല്ല, 200 കോടി കിട്ടേണ്ട ചിത്രമായിരുന്നു. നിങ്ങളുടെ ആ ഒരു മനോഭാവം മാത്രം കൊണ്ട് 80-ൽ ഒതുങ്ങിയ ചിത്രമായി മാറിയെന്ന് മനസ്സിലാക്കുക. ഇനി കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനത്തെ കളക്ഷൻ 15 കോടി 70 ലക്ഷം രൂപയാണ്. ഒരാളുമില്ലാതെ ഒരു കുഞ്ഞൻ മമ്മൂട്ടി ചിത്രം, വെറും 10 കോടിക്ക് താഴെ ബഡ്ജറ്റുള്ള വെറും ഒരു സാധാ സിനിമ. പക്ഷേ അതൊരു ഒന്നാം തരം ഇൻ്റർനാഷണൽ ലെവൽ സിനിമയായത് മമ്മൂട്ടിയുടെ പ്രസൻസ്, അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അല്ല, അദ്ദേഹത്തിൻ്റെ അഭിനയം കൊണ്ട് തന്നെയാണ്. അതെ, സാധാരണ ഒരുപാട് നടന്മാരെ വെച്ച് വെറുതെ ഗോഷ്ടി കാണിക്കുമ്പോൾ ഇത് നല്ല ലെവലിൽ മനുഷ്യനെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള അഭിനയം കാഴ്ചവെക്കുന്ന എണ്ണം തികഞ്ഞ ഒരേ ഒരു നടൻ മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ ചിത്രമായിരുന്നു എന്നുള്ള പ്രത്യേകത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ആദ്യ ദിനം റെക്കോർഡിന് മുകളിൽ റെക്കോർഡ് ഷോകളും അങ്ങോട്ട് ഇടിച്ചു കയറലും തള്ളിക്കയറ്റവും ഇനിയും വേണ്ട സോഷ്യൽ മീഡിയയിൽ പ്രകടനങ്ങളും കാഴ്ചവെച്ച ബബ്ബയ്ക്ക് 15 കോടി 64 ലക്ഷം രൂപ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന കണക്കുകളിൽ അതിൻ്റെയും താഴെയാണ്. ഇത് ഒഫീഷ്യലായിട്ടുള്ള കണക്കുകളാണ്. ട്രാക്കേഴ്സ് മുഖാന്തരം കളങ്കാവലിൻ്റെ പറഞ്ഞത് 15 കോടി 66 ആണെങ്കിൽ ഇതിന് 14.5 കോടിയോളമാണ് ട്രാക്കേഴ്സ് പുറത്തുവിട്ട, അല്ലെങ്കിൽ ആ റേഞ്ച് 14 കോടി 82 ലക്ഷം രൂപയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് പറയാം. പക്ഷേ ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, നല്ല സിനിമകൾ തന്നാൽ പ്രേക്ഷകന് അത് വേണ്ട. ചവറ് പോലെയുള്ള സിനിമകളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പലതും പറഞ്ഞ് വലിയ സംഭവങ്ങൾ എത്തിക്കുന്ന സാധാരണ ഒരുപാട് പേര് നമുക്ക് കാണാൻ കഴിയും. അവർ തന്നെയാണ് അങ്ങനെയുള്ള ക്വാളിറ്റി ഇല്ലാത്ത പല സിനിമകളെയും വിജയിപ്പിക്കുന്നത് എന്നുള്ളത് ഉറപ്പിച്ച് പറയാം. ബബബയുടെ മുന്നിൽ അല്ലെങ്കിൽ ബബബ ഈ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ഫെസ്റ്റീവ് സീസൺ സിനിമയാണെന്ന് നമുക്കറിയാം. പക്ഷേ ആ ഒരു ഫെസ്റ്റീവ് സീസണിലും രാജാവാകുന്നത് മമ്മൂട്ടി തന്നെ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് തന്നെയാണ് കളങ്കാവൽ. ഇന്നും സിനിമയ്ക്ക് ഏകദേശം 30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിയുന്നു. സ്റ്റഡി കളക്ഷനോട് പോകുന്ന സിനിമ 80 കോടിയും കടന്ന് 82 കോടിയിലേക്ക് ടച്ച് ചെയ്യുകയാണ്. ഒരു പക്ഷേ അതിൻ്റെ ദൗർഭാഗ്യം, അല്ലെങ്കിൽ ആ ഒരു ലെവൽ മാത്രമാണ് ചിന്തിക്കാനുള്ളത്. 100 കടന്ന് 150 കടന്നു പോകേണ്ട നല്ല ഒരു സിനിമ. ഇതുപോലെയുള്ള സിനിമകളാണ് വിജയിക്കേണ്ടത്, ഇതുപോലെയുള്ള സിനിമകളാണ് നമുക്ക് വേണ്ടത്, ഇതേപോലെ ക്വാളിറ്റിയുള്ള സിനിമകളാണ്. പക്ഷേ അത് അംഗീകരിക്കണം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ബ്രോസ്.